നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരുൺ കെ വിജയൻ എന്ന പേര് കേരളക്കര കേൾക്കുന്നത് നവീൻ ബാബു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കളക്ടറേറ്റിൽ നടന്ന ഒരു യോഗത്തിലേക്ക് ദിവ്യ കയറി ചെന്ന് നടത്തിയ ഷോയ്ക്ക് പിന്നാലെയാണ് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനും പി ദിവ്യയുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം ശക്തമാകുന്നത്. എന്നാൽ ഇന്നിപ്പോൾ പി ദിവ്യയുടെ ബിനാമി സ്വത്ത് ആരോപണത്തിന്റെ വിവരങ്ങൾ ശക്തമായി തന്നെ പുറത്തേക്ക് വരുമ്പോൾ ഇതിലും കണ്ണൂർ കളക്ടറുടെ പേര് ഉയരുകയാണ്. അതായത് പി ദിവ്യക്കെതിരെ ആരോപണവുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് രംഗത്ത് വന്നല്ലോ. മുഹമ്മദ് ഷമ്മാസ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ കണ്ണൂർ കളക്ടറുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പി ദിവ്യയെ ചൂഴ്ന്നു നിൽക്കുന്ന പല വിവാദങ്ങളുണ്ട്. അത് തൽക്കാലം ഒരു വശത്ത് നിൽക്കട്ടെ. എന്നാൽ മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ നേരിട്ടടിക്കുന്ന പല പോയിന്റുകളുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പി ദിവ്യ കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് 10,47,00,000 രൂപയുടെ നിർമ്മാണ കരാറുകൾ നേരിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് ഷമ്മാസിന്റെ ആരോപണം. ജില്ലാ കളക്ടർ ചെയർമാനും പി ദിവ്യ ഗവേണിംഗ് ബോഡി അംഗവുമായ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്കാണ് കോടികളുടെ കരാർ പ്രവർത്തികൾ നേരിട്ട് ലഭിച്ചത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നടന്ന പ്രവർത്തികളിൽ ഏറ്റവും കൂടുതൽ തുകയുടെ കരാർ നിർമ്മിതി കേന്ദ്രയ്ക്ക് ലഭിച്ചത് അരുൺ കെ വിജയൻ ജില്ലാ കളക്ടറായിരുന്ന കാലയളവിലാണെന്നും കളക്ടറുടെ ഇടപെടലുകളിൽ സംശയമുണ്ട് എന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞിരിക്കുന്നത്. പി ദിവ്യയ്ക്ക് വേണ്ടി കളക്ടർ വഴിവിട്ട് സഹായം ചെയ്തോ എന്നും ദിവ്യയുടെ ബിനാമി ഇടപാടുകൾക്ക് കൂട്ടുനിന്നോ എന്നുള്ളതും അന്വേഷിക്കണമെന്നും ഷമ്മാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ആദ്യ പ്രവൃത്തിയായ പടിയൂർ ABC കേന്ദ്രത്തിന്റെ നിർമ്മാണ കരാർ ലഭിച്ചത് ജില്ലാ നിർമ്മിതി കേന്ദ്ര വഴിയാണെന്നും ഷമ്മാസ് പറയുന്നു. പാലക്കയം തട്ടിലെ ബിനാമി സ്വത്തിടപാടിൽ ബിനാമി കമ്പനി ഉടമയുടെയും ദിവ്യയുടെ ഭർത്താവിന്റെയും പേരിലുള്ള രേഖകൾ തയ്യാറാക്കിയത് ഒരേ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നാണെന്നും സർക്കാർ ജീവനക്കാരനായ ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ ജോലി കൃഷി എന്നാണ് സ്ഥലം വാങ്ങിയ രേഖയിൽ സാക്ഷ്യപ്പെടുത്തിയതെന്നും ഷമ്മാസ് ചൂണ്ടിക്കാട്ടുന്നു. ദിവ്യയുടെയും ഭർത്താവിന്റെയും ബിനാമികളുടെയും കൃഷിയുടെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഷമ്മാസ് ആരോപിക്കുന്നു. ബിനാമി കമ്പനിയും പി ദിവ്യയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും വിജിലൻസിന് പരാതി നൽകുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുൻപോട്ടു പോകുമെന്നും ഷമ്മാസ് പറയുന്നു. ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നും ഷമ്മാസ് വെല്ലുവിളിക്കുകയാണ്. പി ദിവ്യയ്ക്ക് വേണ്ടി കളക്ടർ എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ കണ്ണൂരിലെ ഈ മാഫിയ സംഘത്തിന്റെ പല പിന്നാമ്പുറ കഥകളും പുറത്താകുമെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു വെക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരിയാണ് പി ദിവ്യ. അതിലുപരി അവരൊരു ജനപ്രതിനിധിയാണ്. പല കസേരകളിലും വലിയ കസേരകളിലും ഇരുന്നിട്ടുള്ള ആളുമാണ് പി ദിവ്യ. ഇവർക്ക് കൃത്യമായ ചില കളികൾ ഇവർ ഇടപെട്ടും അതുപോലെ തന്നെ ഇവരെ ഇടനില നിർത്തിയും നടത്തിയിട്ടുണ്ട് എന്നുള്ള ശക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും ഇതുവരെ ഈ വിഷയങ്ങളിലൊന്നും അന്വേഷണത്തിന് ആരും തന്നെ തയ്യാറാകുന്നില്ല. ഇതിലേക്കാണ് അരുൺ കെ വിജയൻ എന്ന കളക്ടറുടെ പേര് കൂടി വന്നിരിക്കുന്നത്. കളക്ടർ കസേരയിൽ ഇരുന്നു കൊണ്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുകയാണോ അരുൺ കെ വിജയൻ എന്നുള്ള ചോദ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിന് സേവ ചെയ്യേണ്ടവരാണ് IAS ഉദ്യോഗസ്ഥർ. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ പ്രവർത്തിക്കേണ്ടവരല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അത് ജനങ്ങളുടെ നികുതി പണമാണ്. ജനങ്ങളോട് അല്പമെങ്കിലും കൂറുണ്ടാകണം ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം. അല്ലാതെ സ്വന്തം സൗകര്യങ്ങൾക്കും മറ്റ് ഗുണങ്ങൾ കിട്ടുന്നതിനു വേണ്ടിയും രാഷ്ട്രീയക്കാരുടെ കാല് നക്കുന്നവരായി മാറരുത് ഈ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ. അത് സമൂഹത്തിന് ഒട്ടും നല്ലതിനല്ല. അരുൺ കെ വിജയൻ അത്ര വെടിപ്പല്ല എന്ന് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്.
കണ്ണൂർ കളക്ടറേറ്റിൽ പോലും അരുൺ കെ വിജയനെതിരെ വലിയ രീതിയിൽ എതിർ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. നവീൻ ബാബു മരണവുമായി ബന്ധപ്പെട്ട് അരുൺ കെ വിജയനെ നേരിട്ട് വിമർശിക്കുന്നുണ്ട് പലരും. ഇത് മാത്രമല്ല, ജനങ്ങളും നവീൻ കെ ബാബുവിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന് താഴെ ഈ കണ്ണൂർ കളക്ടർക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തണം എന്ന് ജനങ്ങൾ പോലും അവരുടെ ആവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദിവ്യയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടറിന്റെ പേര് ഉയർന്നു വരുന്നത്. അപ്പോൾ സംഗതി അത്ര നിസ്സാരമല്ല എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്.